എവ്രിവൺ, ഇറ്റ്സ് മീ ഫെബ. ഞാൻ ആദ്യമായിട്ടാണ് 4 മിനിറ്റുള്ളൊരു വീഡിയോ വ്ലോഗായിട്ടിടുന്നത്. വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഞാനും അമ്മയും കൂടെ ഈസ്റ്റർ സൺഡേയിൽ അമ്മ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ അമ്മയുടെ കൂടെ സ്കൂട്ടിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ള വണ്ടികൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്കൂട്ടിയാണ് എൻ്റെ മെയിൻ. വേറെ വണ്ടിയിൽ കയറിയാൽ ദാറ്റ് കൈൻഡ് ഓഫ് വോമിറ്റിങ് എനിക്കുണ്ട്. കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഐസ്ക്രീം കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ ഏതാണ്ട് പോലെയാ. അമ്മയുടെ മുഖം കണ്ട് പേടിക്കണ്ട, അമ്മ കഴിച്ച ഐസ്ക്രീം അലുത്തുപോയതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നാടായ കാലിച്ചാമര എത്തിയപ്പോഴേക്കും അമ്മയുടെ മുഖം താമരമൊട്ട് പോലെ വിരിഞ്ഞു. ജനിച്ചു വളർന്ന നാട്ടിലെത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം അത്ര തന്നെ. സ്വന്തം നാട്ടിലെത്തുമ്പോൾ പെട്ടെന്നൊരു കാസർഗോഡ് ഭാഷക്കാരിയാകും. എന്തിനാക്കുന്നേ? കുടിച്ചിനാ, കണ്ടിനാ, ഓനെ ചെയ്തിനാ, വന്നിനാ, പോയിനാ, അതെയാ? ഇതെല്ലാം കാസർഗോഡ് ഭാഷയുടെ പ്രത്യേകതരം സ്ലാങ് ആട്ടോ. ഐ ലവ് ദിസ് കാസർഗോഡ് സ്ലാങ്. എനിക്ക് കുറച്ച് പേരൊക്കെ ഡയറക്റ്റ് മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, നീ കാസർഗോഡാണോ അതോ കോട്ടയംകാരിയാണോ? അതെ, ഞാൻ കാസർഗോഡുകാരിയാ. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ കോട്ടയംകാരായിരുന്നു. അപ്പച്ചനും ടീംസൊക്കെ കുടിയേറി പാർക്കാൻ വന്നതാണ് കാസർഗോഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മ വീട്. നല്ല മുറ്റവും പുളിമരവും കോവയ്ക്കാത്തോട്ടവും പിന്നെ പഴയ ഫോട്ടോസും. നിക്ക് ഇതാണ് അമ്മയുടെ പപ്പയുടെ 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 പപ്പയും അമ്മയും. എന്നാ ഒരു ഗ്ലാമറാ. ഇതാണ് അമ്മയുടെ അമ്മ. മുറ്റത്താണെങ്കിൽ ചാരു കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, അതിനകത്തോട്ട് അങ്ങ് കയറിയിരുന്നപ്പോഴോ ആ വീടും സ്ഥലവും ഒക്കെ എൻ്റെ കൈപ്പിടികളിലാണെന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അതങ്ങ് കയറി വരുവായിരുന്നേ. നല്ല അടിയുടെ കുറവാ എനിക്ക്. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചി. ഞാൻ കുറച്ചു നേരം അപ്പച്ചൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അമ്മയാണെങ്കിൽ അമ്മയുടെ ചേട്ടൻ്റെ കൂടെയും ചേച്ചിയുടെ കൂടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതാണ് ചക്കര, എൻ്റെ കസിനാണേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് 2 ചേട്ടന്മാരും 2 ചേച്ചിമാരുമാണ് കേട്ടോ. അതിൻ്റെ എല്ലാ കുറുമ്പത്തരവും അമ്മയ്ക്കുണ്ട്. ഞാൻ പിന്നെ മൂത്തതായതുകൊണ്ട് എനിക്ക് നല്ല മെച്യൂരിറ്റിയാ. എങ്ങനെ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഇവരാണ് അമ്മയുടെ 2 ചേച്ചിമാര്, ഉഷാമ്മയും അശ്വതി അമ്മയും. ഇവര് 3 പേരും കൂടെ എന്തൊക്കെയോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഈ കണ്ടതാണ് ഞങ്ങളുടെ സണ്ണിയപ്പച്ചി. സണ്ണിയപ്പച്ചിയാണെങ്കിൽ പള്ളി പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ഈസ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കസിൻസിനെയൊക്കെ വിളിച്ചു. പിന്നെ മെയിൻ തീറ്റയായിരുന്നു വട്ടയപ്പം, ഈസ്റ്റർ മെയിൻ സ്പെഷ്യൽ കള്ളപ്പം, ചിക്കൻ കറി, ചോറ്, മോര്, ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. ആക്രാന്ത കാരണം വട്ടയപ്പത്തിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ആൻറ്റി. ഇത് ചക്കര, ഇത് ചിപ്പിമോള്. എത്ര പെട്ടെന്ന് ഒരു ഈസ്റ്റർ കഴിഞ്ഞ് എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. ആൻഡ് യെസ്, ഇറ്റ്സ് മീ ഫെബ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.